എന്ന് വെച്ചാൽ സ്വന്തമായി ജോലിയായി അവന്റെ സ്വന്തം കീശയിലേക്ക് അവന്റെ അധ്വാനത്തിന്റെ വിഹിതം വരുന്നൊരു സമയമുണ്ട്. ഈ സമയമാകുമ്പോൾ കുട്ടികളുടെ അവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനു മുമ്പ് വാപ്പയോട് കുട്ടികൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. എന്താ കാരണം? വാപ്പൊരു ATM മെഷീനാണ്. വാപ്പൊരു ATM മെഷീനാണ്. ക്യാഷ് വേണമെങ്കിൽ വാപ്പ തന്നെ വേണം. വാപ്പ ATM മെഷീൻ ആയതുകൊണ്ട് നിങ്ങളിൽ ഡിമാൻഡ് ഉണ്ട്, നിങ്ങളിൽ കമ്മിറ്റഡ് ആണ്. ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രം പൈസന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവൻ നിങ്ങളെടുത്ത് സോപ്പിട്ട് വരും. ഇല്ലേ? സ്നേഹപ്രകടനങ്ങൾ മക്കൾ നടത്തും. നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ക്യാഷിന് വേണ്ടിയിട്ടാണെന്നുള്ളത്, അല്ലേ? സാധാരണ പതിവില്ലാത്ത വിധം ആൺകുട്ടികള് വാപ്പാന്ന് വിളിക്കുകയും സ്നേഹപ്രകടനം നടത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും, ഓനക്ക് എന്തോ ഒരു പൈസന്റെ ആവശ്യമുണ്ട്, അതാണ് ഈ സോപ്പിടൽ. നമ്മളും തന്നെ രാത്രി ഉറങ്ങുമ്പോൾ പെണ്ണിനോട് പറയും, അല്ലടി ഇത് ശ്രദ്ധിച്ചോ, മോനൂനിപ്പോ 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരു സ്നേഹം ഒരു സോപ്പിടലൊക്കെ കുറച്ച് കൂടുതലുണ്ടല്ലോ, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ പറയും, മനസ്സിലാക്കിക്കൊള്ളണു, ഓനക്ക് എന്തോ പൈസന്റെ ആവശ്യമുണ്ട്, പണ്ടെന്നെ ഞാൻ ആ പൈസ കൊടുത്തത് എൻ്റെ മുതലക്കണ്ണീര് കണ്ടിട്ടാണ്, ഇഞ്ഞെങ്ങോനും ഓനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാദിക്കുകയാണെങ്കിൽ അതിന്റെ കയ്യും കാലും ഞാൻ കുത്തുന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഷൗട്ട് ചെയ്ത് നിർത്തും. കുട്ടികൾ സ്നേഹത്തോട് പെരുമാറി കഴിഞ്ഞാൽ അവനക്ക് എന്തോ പൈസക്ക് വേണ്ടിയിട്ട് നമുക്ക് പോലും അങ്ങനെ ഫീഡ് ചെയ്യപ്പെട്ടു, നമ്മൾ പോലും അങ്ങനെ ധരിച്ചു വെച്ച് കഴിഞ്ഞു. സത്യത്തിൽ അത് മുഴുവനും അങ്ങനെ ഒന്നല്ല, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്ന് തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മളിലേക്ക് സ്നേഹപ്രകടനം നടത്തുന്ന മുഴുവനും അങ്ങനെയല്ല കേട്ടോ, പക്ഷെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. വീട്ടിലെ ഉമ്മയുടെ റോൾ എന്താ? വാപ്പ ATM മെഷീനാണെങ്കിൽ ഉമ്മ ഒരു ലോണ്ട്രിക്കാരിയാണ്. അവൻ്റെതും അവളുടേതും അലക്കിത്തരാനുള്ള, വാഷ് ചെയ്ത് തരാനുള്ള ഷെഫാണ്, പാചകം ചെയ്തു തരാനുള്ള, അല്ലേ? അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് സഹായിക്കുന്ന കുട്ടിയാണോ നിങ്ങളുടേത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ താങ്ങാകുന്ന കുട്ടിയാണോ നിങ്ങൾക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മ എൻ്റെ ഷോക്സ് എവിടെ, എൻ്റെ ടൈ എവിടെ, എൻ്റെ ബാഗ് എവിടെ, എൻ്റെ പുസ്തകം എവിടെ, എൻ്റെ അതെവിടെ, ഇതെവിടെ, ഇത് ചോദിക്കുന്ന കുട്ടി. മോനെ ഉമ്മക്ക് വയ്യ, മോളെ ഉമ്മക്ക് വയ്യ, ഒന്ന് മുറ്റടിച്ച് താടി എന്ന് പറയുമ്പോൾ ഇല്ലാത്ത വേദനകളും അസ്വസ്ഥതകളും നിങ്ങളുടെ മകൾ പറയും. ഇല്ലാത്ത ഹോംവർക്കും അവർ നിങ്ങളുടെ മുമ്പിൽ വെക്കും. ഉമ്മ അന്നത്തെ മിസ്സില്ലേ, ഞാൻ പറഞ്ഞ മിസ്സില്ലേ, ഓ എത്രമാരോ എഴുതാൻ തന്നത്, ഒരുപാട് എഴുതാനുണ്ട് ഉമ്മച്ചി, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ടേ, എന്നെ കൊണ്ടാവില്ല എന്നർത്ഥം. എന്നിട്ട് ഈ മക്കൾ പോകുന്നത് ഫോൺ എടുത്ത് അവർ പഠിക്കുന്ന റൂമിലേക്ക് പോകും. റൂമിന്റെ വാതിൽ അടച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ എന്താ കാണുക? മലന്ന് കടന്ന് ഷോർട്സും റീൽസും കണ്ട് കുലുങ്ങിച്ചിരിക്കുന്ന നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ആ റൂമിൽ കാണാൻ പറ്റും. ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ഹെൽപ്പ് തരാത്തവനായി നിങ്ങളുടെ മകളും മകനും മാറിയിട്ടുണ്ടോ? ചിന്തിച്ചോളൂ. അവനവന്റെ മക്കളെ കുറിച്ച് ചിന്തിച്ചോളൂ. എന്തായിരിക്കും ഇതിന് കാരണം? അവരെന്തുകൊണ്ട് നമ്മളിൽ നിന്നിങ്ങനെ അകന്ന് പോയി? ഇത് വലിയ പഠന വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ നാളത്തെ ആഖിറത്തിന്റെ കാര്യമല്ല സൂചിപ്പിച്ചത്. നാളെ സിറാത്ത് പാലം കടക്കുമെന്നുള്ളതല്ല നിങ്ങളോട് പേടിപ്പെടുത്തുന്നത്. നിങ്ങളുടെ മരണത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആകെ നമുക്ക് ഈ ദുന്യാവിൽ കുറഞ്ഞ ദിവസത്തെ ജീവിതമേ ഉള്ളൂ. ആണോ അല്ലേ? ഈ ദുന്യാവിലാകെ നമുക്ക് എത്ര ദിവസത്തെ ജീവിതമേ ഉള്ളൂ? കേവലം ഏറിപ്പോയ ഒരു 10-30,000 ചില്ലാനം വരുന്ന ജീവിതമേ ഉള്ളൂ, ദിവസമേ ഉള്ളൂ നമുക്ക്. ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വയസ്സാണ് ഒരു മനുഷ്യന്റെ ആയുസ്സെങ്കിൽ അവന് കാക്ക കിട്ടുന്നത് എത്രയാണ്? 30,000 ദിവസം മാക്സിമം കിട്ടും. ഇനി വേണ്ട, ഒരു 365 ഇൻറ്റു 60 നിങ്ങളത് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എത്ര ഉണ്ടാവുക? ഒരു 10-22,000. ആ ഒരു ലെവലിലേക്ക് മാത്രം ചുരുങ്ങും നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ ജീവിതം. അത്രേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിലും 1/3 നമ്മൾ ഉറങ്ങി തീർക്കുകയാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ഒരു ദിവസം 24 മണിക്കൂറല്ലേ? ഈ 24 മണിക്കൂറിന്റെ 1/3 നമ്മൾ ഉറങ്ങാണ്. ശരിയാണോ അല്ലേ? 1/3 നമ്മൾ ബിസിനസ് ആയിട്ടോ പഠനമായിട്ടോ എൻഗേജ് ചെയ്യാണ്. ബാക്കി 1/3 ഒന്ന് സന്തോഷിക്കാനുള്ളത്, ഒന്ന് ആനന്ദിക്കാനുള്ളത്, ഒന്ന് സന്തോഷം കണ്ടെത്താനുള്ളത്. ശരിയാണോ അല്ലേ? 24 മണിക്കൂറിലെ ഓരോ ദിവസത്തിലെയും 1/3 നമ്മൾ എന്ത് ചെയ്യുന്നു? 8 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങി തീർക്കുന്നു. ബാക്കി 8 മണിക്കൂർ ജോലിയാണ്. ആരെങ്കിലും ജോലി ഇഷ്ടത്തോടു കൂടി ചെയ്യാണോ?
മാസാവസാനം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്? അവിടെ എന്തെങ്കിലും സന്തോഷമുണ്ടോ? ബോസിന്റെ ആട്ടുതുപ്പും കേൾക്കണ്ടേ? കൂടെ ഉള്ളതിന്റെ ഫ്രസ്ട്രേഷൻ ഇല്ലേ? കോട്ട തകക്കണ്ടേ? മന്ത്ലി നമ്മുടെ ടാസ്കുകൾ തീർക്കണ്ടേ? സ്വന്തമായിട്ട് ഒരു ബിസിനസ്സിന് ഓണർ ആണെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടോ? ബിസിനസ്സിൻ്റെതായ ഒരുപാട് ടെൻഷൻ ഇല്ലേ? ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ലോഡ് കെട്ടിക്കിടക്കുന്നത്, പ്രശ്നങ്ങൾ വന്നത്, തടയപ്പെട്ടത്, പല സംഗതി ടെൻഷനില്ലേ? ഈ 8 മണിക്കൂർ ആർക്കാ സന്തോഷമുള്ളത്? അപ്പൊ എല്ലാവരും ഉരുകിത്തീരാണ് ജീവിത വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി. 8 മണിക്കൂർ ഉറങ്ങുന്നു, 8 മണിക്കൂർ നമ്മൾ ഉരുകിത്തീരുന്നു, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മനസ്സിന് സന്തോഷമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, 8 8 16, ബാക്കി ഒരു 8 ഉണ്ട്. ഈ 8 കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം ഒന്ന് ഹാപ്പി ആവാൻ, ഒന്ന് സന്തോഷിക്കാൻ, ഒന്ന് ആനന്ദം കണ്ടെത്താൻ നമുക്ക് വിധിക്കപ്പെട്ട 8 മണിക്കൂർ. ഈ 8 മണിക്കൂറിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ മരണമോ, നിങ്ങളുടെ മീസാനോ, നിങ്ങളുടെ സിറാത്തോ, നിങ്ങളുടെ സ്വർഗമോ, നിങ്ങളുടെ നരകമോ ഒന്നുമില്ല. പച്ചയായ ലൈഫ് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾക്ക് വലിയ ഇൻസൈറ്റ് തന്ന് ഇനി ഇവിടെ നിങ്ങോട്ടൊരു മാറ്റം ഉണ്ടായാൽ ഈ 8 മണിക്കൂർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും, ഹാപ്പിനെസ്സോടുകൂടെ കൂട്ടുകുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇല്ലേ? ദുനിയാവും പോയി, ആഖിറവും പോയി. വെറുതല്ല. ഇല്ലേ? ഈ 8 മണിക്കൂർ നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലേ? ദുനിയാവ് ഏതായാലും പോയി. ദുനിയാവിൽ എല്ലാ സന്തോഷം പോയി, നാളെ ആഖിറവും പോയി. കാരണം ഈ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞാൽ അവിടെ രക്ഷപ്പെടുന്ന ആരും കരുതണ്ട. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വന്തം നന്നായിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതണ്ട. മക്കളെ കൂടെ, അഹ്ലിനെ കൂടെ, ഭാര്യ സന്താനങ്ങളെ കൂടെ നന്നാക്കുകയും അവരെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഉപ്പക്കും ഓരോ രക്ഷിതാവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അതുകൊണ്ട് സ്നേഹത്തോടെ സൂചിപ്പിക്കാണ്, എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ അകന്നു പോകാനുള്ള കാരണം? എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അവകാശവാദം നമുക്കുണ്ടായി ഉണ്ടല്ലോ അല്ലേ? നമ്മളെ വാപ്പയും ഉമ്മക്കൊന്നും ഇല്ലേനു അന്ന്. അങ്ങനെ പൈസ കാര്യങ്ങളോ ഇടപാടോ അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള അവകാശവാദത്തോടു കൂടി ഇരിക്കുന്നവരാണ് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും. അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ നമ്മളെ സ്നേഹിച്ചിട്ടില്ല, കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടും നമ്മൾ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഞാനും നിങ്ങളും മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ, ഒരു വിലയുണ്ട്. അതിൻ്റെ 5% ഞാൻ എൻ്റെ പേരൻസിനേക്കാൾ കൂടുതൽ എൻ്റെ മക്കൾക്ക് സർവവും സ്നേഹം നൽകിയിട്ടുണ്ട് എന്ന് അവകാശം പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അതിൻ്റെ 5% തന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ വാല്യൂവിൻ്റെ, വിലയുടെ ഒരു 5% തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ലേ? ഇവിടെയാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടത്. എന്താണ് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലാൻ കാരണം? പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് പറയാറുള്ളത്. ഈ 4 കാരണം കൂടെ വിശദീകരിക്കൽ ഒരിക്കലും നമ്മുടെ ഈ സമയത്ത് സാധ്യമല്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ശ്രദ്ധിക്കൽ അനിവാര്യമായ, എന്നാൽ ഇതുവരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങളിന്ന് സത്യം പറയണേ, എല്ലാവരും എൻ്റെ കൂടെ വരണേ. നമ്മുടെ മക്കളെ നന്നാവാൻ വേണ്ടി, നേർവഴിയിലാവാൻ വേണ്ടി, അവർ നല്ല കുട്ടികളാവാൻ വേണ്ടി സ്വതവേ ഞാനും നിങ്ങളും പാപ്പമാരാണല്ലോ, ഉമ്മമാരാണല്ലോ, നമ്മൾ ചെയ്യുന്ന പണി എന്തായിരിക്കും? ഒന്ന്, അവരെ ഉപദേശിക്കും. ശരിയാണോ അല്ലേ? മനുഷ്യന്മാരെ, ശരിയാണോ അല്ലേ? ഉപദേശം കൊടുക്കലല്ലേ ഒന്നാമത്തെ പണി. ശരി. രണ്ടാമത്തെ പണി എന്താ? ഒരു നന്നാവാൻ വേണ്ടി ചെയ്യേണ്ട പണി ഷൗട്ട് ചെയ്യുക, കൽപ്പിക്കുക, ആജ്ഞാപിക്കുക. ശരിയാണോ അല്ലേ? ആണോ അല്ലേ? പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ എന്താ? നമ്മുടെ ടോണ് മാറും, നമ്മുടെ മുഖഭാവം മാറും. ഈ മുഖഭാവം മാറി നമ്മൾ കൽപ്പനകളും ആജ്ഞകളും വരും. മൂന്നാമത്തെ ഒരു സാധനം കൂടെ അതിന്റെ കൂടെ വരും. അതേതാ? ശിക്ഷാ നടപടികൾ. പിച്ചൽ, കുത്തൽ, തിരിക്കൽ, അടിക്കൽ, തോണ്ടൽ. എന്താണോ കൈ കിട്ടിയത് എറിയൽ. ഇനി ചപ്പാത്തി പരത്തുന്ന സമയത്ത് ആ കോലാണെങ്കിൽ ആ കോലേറ്റ് എന്താണോ ഉള്ളത് ഉള്ളതേറ്റ്. ഈ 3 രൂപമാണ് സ്വതവേ ഞാനും നിങ്ങളും മക്കൾ നന്നാവാനും അവർ നമ്മളിലേക്ക് അടുത്തു വരാനും അവർ നല്ല ഭാവിയിൽ ഈ മഹല്ലത്തിനും ഈ നാടിനും ഈ രാജ്യത്തിനും
അഭിമാനമായി മാറാൻ നമ്മൾ ചെയ്യുന്ന 3 പണി ഏതൊക്കെയാണ്? ഒന്ന്, അവരെ ഉപദേശം കൊടുക്കുക, ശരിയല്ലേ? രണ്ടാമത്തെ സംഗതി കൽപ്പിക്കുക. മൂന്നാമത്തെ സംഗതി അടിക്കുക, ശിക്ഷാ നടപടികൾ കൊടുക്കുക. ശരിയാണോ അല്ലേ? നിങ്ങളെന്താ ഒന്നും ഉണ്ടാത്തേ? ശരിയാണോ അല്ലേ? സത്യല്ലേ? ആണോ അല്ലേ എന്ന എൻ്റെ ഹംബിൾ റിക്വസ്റ്റാണ്. ഈ കുടുംബ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോ മാതാപിതാക്കളോടും നിങ്ങളുടെ കയ്യും കാലും പിടിച്ച് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഇത് 3ഉം ഇനി മേലാൽ ചെയ്യരുത്. നിങ്ങളെ മക്കൾ നിങ്ങൾ വിചാരിച്ചെടുത്ത് ഒരിക്കലും കിട്ടില്ല. ഇനി മേലാൽ നിങ്ങൾ മക്കളെ ഉപദേശിക്കരുത്. ഇനി മേലാൽ നിങ്ങളുടെ മക്കളെ കൽപ്പിക്കരുത്, ആജ്ഞാപിക്കരുത്, ഷൗട്ട് ചെയ്യരുത്. ഇനി മേലാൽ നിങ്ങൾ മക്കളെ അടിച്ചു പോകരുത്.